ഹായ് എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. ഒരുപാട് കുട്ടികൾ നെറ്റ് എക്കണോമിക്സിനാണെങ്കിലും ഇനി സെറ്റ് എക്കണോമിക്സിനാണെങ്കിലും എക്കണോമിക്സ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ISLM മോഡൽ. ഈ ISLM മോഡൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത്രയും വലിയ പ്രശ്നക്കാരനാണോ ഈ ടോപ്പിക്ക്? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ UG യിലും PG യിലും പഠിക്കുന്ന പല കാര്യങ്ങളും മീൻസ് ISLM മോഡൽ എന്നുള്ള ടോപ്പിക്കിന്റെ അണ്ടറിൽ പല കാര്യങ്ങളും നമുക്ക് നെറ്റ് എക്കണോമിക്സിന് യൂസ്ഫുൾ ആവില്ല. എന്നാൽ നെറ്റ് എക്കണോമിക്സിന് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ നമ്മൾ UG യിലും PG യിലോട്ട് പഠിക്കുന്നില്ല താനും. സോ എന്തുകൊണ്ടാണ് ISLM മോഡൽ ഇത്രയും വലിയൊരു വില്ലൻ ആവുന്നത്? നമുക്ക് നോക്കി അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UG യിലും PG യിലും പഠിച്ച മോഡൽ ഒരിക്കലും നിങ്ങളെ നെറ്റ് എക്കണോമിക്സിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ, ഒട്ടും. ISLM മോഡലിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക്, നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ISLM മോഡൽ എങ്ങനെയാണ് ഡെറിവേഷൻ പഠിക്കും, ആ ഗ്രാഫ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്ന് പഠിക്കും, ഗ്രാഫ് എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത്, ഗ്രാഫിന്റെ സ്ലോപ്പിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള രീതിയിലുള്ള വിഷ്വലി ഉള്ള കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ഇതൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് മേലോട്ട് കയറിയിട്ടുള്ള, നമ്മൾ ഇതുവരെ പഠിക്കാത്ത പലരും, പ്രത്യേകിച്ചും കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലുള്ള പലരും പഠിക്കാത്ത ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ISLM മോഡലിൽ നിന്ന് വരുന്നത്. പല ചോദ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇത് ISLM മോഡലിലത്തെ ആണ് ക്വസ്റ്റ്യൻ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം ക്വസ്റ്റ്യൻസിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ട്വീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഇൻ ഡെപ്തിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ISLM മോഡൽ. അതുകൊണ്ട് നമുക്ക് പഠിക്കാതെ വിടാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ലൈക്ക് നൈറ്റ് ആൻഡ് ഡേ. എന്താണ്, നമ്മൾ UG യിലും PG യിലും പഠിച്ച ഈ ടോപ്പിക്കും ഇനി നെറ്റ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ഇതിന്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സും ആ UG യിൽ PG യിൽ പഠിച്ച ടോപ്പിക്കും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. ഡിഫറെന്റ് ലൈക്ക് നൈറ്റ് ആൻഡ് ഡേ. അത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഹൈലി ആപ്ലിക്കേഷൻ ബേസ്ഡും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നെറ്റ് എക്കണോമിക്സിന് കാണാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടും റിയൽ ലൈഫിൽ പല സിനാരിയോസും ഇവർ തരും. അപ്പൊ ഈ സമയത്ത് എന്താണ് എന്നുള്ള, എങ്ങനെയാണ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, ഏത് പോളിസിയാണ് എഫക്റ്റീവ് ആവുക, ഈ ചോദ്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ പ്രോബ്ലം സോൾവിങ് ആൻഡ് റിയൽ ലൈഫ് സിനാരിയോ, ക്രിട്ടിക്കൽ തിങ്കിങ്, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ആ ഒരു നമ്മുടെ ബ്രെയിനിന് ഒരു ജിമ്മിൽ പോയ ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. പ്രത്യേകിച്ചും ഇതിൽ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നല്ല ഒരു ഫണ്ണായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും പഠനം ഇഷ്ടപ്പെടുന്നവർക്ക് ISLM മോഡൽ എന്നുള്ള ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ്. പല സ്റ്റുഡൻസിനും അതിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്ക് വരുന്നുണ്ട് താനും. ഇൻ ഡെപ്ത് ആയിട്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ലൈഫ് സിനാരിയോസ് ഒക്കെ തന്നിട്ടാണ് ഈ ടോപ്പിക്ക് ചോദിക്കുന്നത്. അതും പ്രത്യേകിച്ചും നമ്മളെ പോലെ കേരളത്തിൽ പഠിച്ച സ്റ്റുഡൻസിന് ഈ ഒരു ഭാഗത്തിനെ പറ്റി ഒരു ധാരണ പോലും ഇല്ല. കുറ്റം പറയുകയല്ല, പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. സം പ്രോബ്ലംസ് ആർ ലൈക്ക് ദാറ്റ് വി ഡോണ്ട് ഈവൻ റെക്കഗ്നൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ചോദ്യങ്ങളും കാണുമ്പോൾ എനിക്ക് പോലും ആദ്യം അറിയില്ലായിരുന്നു ഇതൊക്കെ ISLM മോഡലത്തെ ആണെന്ന്. കാരണം അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കീവേഡ് പോലും ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ISLM മോഡലും അതിൽ ഇക്വേഷനുകളും വേണം. പലപ്പോഴും അതാണ് നമ്മളെ യൂസ്ഫുൾ ആവാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ ഗ്രാഫ് നീഡഡ് അറ്റ് ഓൾ. നമ്മൾ UG യിലും PG യിലും പഠിച്ചത് ഫുള്ളി ഗ്രാഫിക്കലാണ്, ഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട് വളരെയധികം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ISLM മോഡലിനെ അപ്രോച്ച് ചെയ്തത്. അത് വേണം, ഒരിക്കലും അത് വേണ്ടെന്നല്ല. പക്ഷെ അതെന്താണ്, ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം അല്ലേ? മുന്നോട്ട് പോയി നമ്മുടെ എക്സാം എന്താണ്? ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അതേപോലെ വളരെയധികം പ്രോബ്ലം സോൾവിങ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ ഡൈനാമിക് ആയിട്ടും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടും ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയാവും. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിന് പകരം നമുക്ക് എന്താണ്, ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. IS-നും ഉണ്ട് LM-നും ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ തന്നെ
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡലിൽ നിന്ന് വരുന്ന 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു തിയറി പഠിക്കണം. ഒന്ന് തിയറി പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ ഒന്നും റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തുമാത്രം റിവൈസ് ചെയ്താൽ മതി, ISന്റെ ഇക്വേഷൻ എന്താണ്, LMന്റെ ഇക്വേഷൻ ആണ്. ആ 2 ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ കാണാപ്പാടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക്കിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു അപ്രോച്ചിൽ വരുന്ന ഈ ഒരു ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ഓൾമോസ്റ്റ് 2 to 5 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വരും താനും. 5 അല്ല, ചിലപ്പോൾ 6 വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 മാർക്സ്, ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 12 മാർക്സ്. നമുക്ക് 10 എന്ന് കൂട്ടിയാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ മൊത്തം നെറ്റ് കിട്ടുക അല്ലെങ്കിൽ JRF കിട്ടുക എന്നുള്ള നമ്മുടെ ആ ഒരു വിധി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിസൾട്ട് തന്നെ മാറ്റി മറിക്കും. നമുക്ക് എന്താണോ അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ട്, ഈ ഒറ്റ ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിക്കുന്നതിലൂടെ നമ്മുടെ റിസൾട്ടിൽ വലിയൊരു ചേഞ്ച് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റും. ആ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്താൽ മതി അല്ലേ. ആ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഹോൾഡർ ആയി കഴിഞ്ഞു നമ്മൾ, അല്ലെങ്കിൽ JRF ഹോൾഡർ ആയി കഴിഞ്ഞു. സോ ആ ബോർഡർ ക്രോസ് ചെയ്യാൻ, പ്രത്യേകിച്ചും ആ ബോർഡറിൽ 2 മാർക്കിന് മിസ്സായി, 4 മാർക്കിന് മിസ്സായി എന്നുള്ള ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒന്ന് നോക്കൂ, ഈ മോഡൽ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്, ഈ മോഡലിൽ നിന്നും പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു കാര്യം നോക്കണം. എന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെന്ന് നോക്കുക. ഒരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ചിൽ ഷിഫ്റ്റ് നിങ്ങൾ വരുത്തണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്രോച്ചിൽ ഇനി ഷിഫ്റ്റ് വരുത്തിയിട്ടൊക്കെ മതിയാവുമോ മിസ്സേ? 1 മാസം കഷ്ടിച്ചേ ഉള്ളൂ അല്ലേ നമ്മുടെ എക്സാമിന്. ഈ ഒരു മാസം കൊണ്ട് നമ്മൾ എങ്ങനെയാ ഇത്രയും ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അതിനുള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഒരു ഫ്രീ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഈ ഫുൾ ടോപ്പിക് ഒന്ന് പഠിച്ചാലോ? ഡിസംബർ 9 വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് ഒരു ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുകയാണ്. അന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്കാണ് ഇത്ര നേരം പറഞ്ഞ ISLM മോഡൽ. ഈ മോഡലിനെ നെറ്റ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ അധികം ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റോട് കൂടെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പെയ്ഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക് എത്ര ഇൻഡെപ്ത് ആണെന്നും. നേരത്തെ ഇവർക്ക് ഈ ടോപ്പിക്ക് കൊടുത്ത് നമ്മൾ എന്താണ് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കണ്ടേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഫുൾ ടോപ്പിക്ക് ഇൻ ഡെപ്ത് ആയിട്ട് നെറ്റ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ പഠിച്ചെടുക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് നെറ്റ് ഹോൾഡറോ JRF ഹോൾഡറോ ഒക്കെ ആയിട്ട് വരാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ ഈ വെബിനാർ എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതേപോലെ ഇങ്ങനെ ഈ ഒരു എക്സാം ഓറിയന്റഡ് അപ്രോച്ചിൽ നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ് നേടാൻ താല്പര്യമുണ്ടെങ്കിൽ CC ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്. എക്കണോമിക്സ് മാത്രമല്ല, ജനറൽ പേപ്പറിന് തനിച്ചും ഒരു ബാച്ച് ഉണ്ട്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആവും. അതിൻ്റെ ഒപ്പം ഓരോ വീക്കും നിങ്ങൾക്ക് എന്തുണ്ടാവും, ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും, എക്സാമുകളും ഉണ്ടാവും, ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും കേട്ടോ. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക, വിളിക്കുക. എത്രയും സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.